ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഇന്ന് ഒരു പ്രസംഗം പറയുക എന്നുള്ളതല്ല. going to speak about the importance about the Assumption Feast, the history, the historical records, ചരിത്രത്തെക്കുറിച്ച് പറയുക. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് the Bible and the traditions. Traditions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യം, അതുപോലെ ക്രിസ്തീയ സഭയുടെ വിശ്വാസം, ആരാധന ജീവിതം, ക്രിസ്തീയ ജീവിതം, പഠിപ്പീരുകൾ എന്നിവ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തകം. അപ്പോൾ ദ ട്രഡീഷൻസ് ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് the life, the faith, the living of the church, the apostolic fathers, the prophets, the apostles, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് the apostolic traditions or the traditions of the church. And from that traditions, a little bit is written down, that is the Holy Bible. So, what is written down is very little. What is not written down is a big ocean of knowledge. ഇത് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ചതും പറഞ്ഞതും എല്ലാം എഴുതിയാൽ ആ പുസ്തകം ഈ ലോകത്തിൽ തന്നെ ഉൾക്കൊള്ളുകയില്ല. If you write down all the teachings and the things which Jesus Christ has taught and done, then that book cannot be contained in this world. So big is the apostolic teaching and the traditions. But the substance is written. ഇന്നും ലോകത്തില് കുമ്രാൻ കമ്മ്യൂണിറ്റിയിലും ഡെഡ് സീ സ്ക്രോൾസിലുമൊക്കെയും അനേക വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. 3-ാം നൂറ്റാണ്ടിൽ കണ്ടുകിട്ടിയിരുന്ന ചുരുളുകളിൻ്റെ കുറേ ഭാഗങ്ങൾ അന്ന് സഭ ഒരുമിച്ച് കൂടി കുറച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അന്ന് വായിക്കുവാൻ വേണ്ടി ക്രമീകരിച്ച ഒരു ബുക്കാണ് ദ ബൈബിൾ. ബൈബിൾ എന്ന് പറഞ്ഞാൽ തന്നെ ദ ബുക്ക്. ഹോളി ബൈബിൾ എന്ന് പറയുമ്പോൾ ദ ഹോളി ബുക്ക്. പക്ഷെ ഇനി എത്ര പുസ്തകം കിട്ടിയാലും ദ ടീച്ചിങ്സ് ഓഫ് ദ ചർച്ച്, ദ ഫണ്ടമെന്റൽസ്, അതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രഡീഷനായിട്ട് പരമ്പരാഗതമായിട്ട് പഠിപ്പീരുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധന ജീവിതവും ക്രിസ്തീയ ജീവിതവും വാമൊഴിയായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു കൊടുത്തത് കൊണ്ട് അത് നഷ്ടപ്പെടാതെ ഇന്ന് സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കുർബാന ചൊല്ലേണ്ടത്, എങ്ങനെയാണ് പട്ടംകുട നടത്തേണ്ടത്, എങ്ങനെയാണ് മാമോദീസ നടത്തേണ്ടത്, എങ്ങനെയാണ് ശവസംസ്കാരം നടത്തേണ്ടത്, ഇതൊന്നും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ അപ്പോസ്തോലിക പാരമ്പര്യങ്ങളിലും പഠിപ്പീരുകളിലുമൊക്കെയും ഇത് ഉണ്ട്. അതിൽ നിന്നാണ് സഭയിൽ ഇത് കടന്നു വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, ഷൂനോയോ സൂലോക്കോ. സൂലോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസറക്ഷൻ,
അല്ലെങ്കിൽ റസൂലോക്കോ എന്ന് പറഞ്ഞാൽ അസെൻഷൻ. അസെൻഷൻ എന്ന് പറയുന്നത് കർത്താവ് മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളല്ല, മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ്. അതിനാണ് നമ്മൾ ഷൂനോയോ എന്ന് പറയുന്നത്, ദ ഡിപ്പാർച്ചർ ഓഫ് സെയിന്റ് മേരി. അപ്പോസ്തോലിക് ടീച്ചിങ്സിലും ആദ്യത്തെ പിതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഷൂനോയോ പെരുന്നാളിൽ പരിശുദ്ധ മാതാവ് ഈ ലോക ജീവിതം അവസാനിച്ചു, കബറടക്കപ്പെട്ടു. എന്നാൽ ആ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയുണ്ടായി. മാതാവിനേക്കാളും മുമ്പേ വിശുദ്ധ വേദപുസ്തകത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ പഴയ നിയമത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് സ്വർഗാരോഹണമല്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏനോച്ചിന് ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു, പിന്നെ അവനെ കണ്ടില്ല. എങ്ങനെ എടുത്തു എന്നറിയത്തില്ല. എന്നാൽ രണ്ടാമതൊരാളെ കാണുന്നുണ്ട്, ഏലിയാവ് പ്രവാചകൻ. ഏലിയാവ് പ്രവാചകനെ സമയമായപ്പോൾ 40 ദിവസത്തിൻ്റെ ഉപവാസത്തിൻ്റെ അവസാനത്തിൽ അഗ്നിരഥങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഏലിയാവ് പ്രവാചകൻ അതിൻ്റെ മേൽ കയറി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് കാണാം. എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം അതിനേക്കാളുമൊക്കെയും ശ്രേഷ്ഠമായ ഒരു ജീവിതമായിരുന്നു. നമുക്കറിയാം, കർത്താവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യവും, കർത്താവ് ജനിച്ച കല്ലടാവ് ബേത്ലഹേം, അത് ഹോളി പ്ലേസ് ആണ്. കർത്താവ് മരിച്ച കുരിശ് അത് വിശുദ്ധമാണ്. കർത്താവ് സ്ഥാപിച്ച കുർബാന അത് വിശുദ്ധമാണ്. കർത്താവ് ധരിച്ച വസ്ത്രങ്ങൾ അത് വിശുദ്ധമാണ്. അപ്പം കർത്താവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യവും വിശുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ആരിൽ നിന്ന് ശരീരമെടുത്തു, ആ പരിശുദ്ധ മാതാവിനെയും രണ്ടാം സ്വർഗമായിട്ട് സഭ കരുതുന്നു. എല്ലാ വിശുദ്ധന്മാരും ശുദ്ധിമതിയേക്കാളും ഏറ്റവും ഉന്നത സ്ഥാനം പരിശുദ്ധ മാതാവിനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് ജനിക്കുന്നത് 16 BC അപ്പോൾ ഏകദേശം 14-15 വയസ്സുള്ളപ്പോഴാണ് കർത്താവ് ജനിക്കുന്നത്. 2nd BC എന്നുള്ള ആ സമയത്താണ് കർത്താവ് ജനിക്കുന്നത്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ശേഷം ഏകദേശം 15 വർഷക്കാലം യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ ജീവിച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ ജീവിച്ചതിൻ്റെ കാരണം നമുക്കറിയാം. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് അമ്മയോട് പറഞ്ഞു, ഇതാണ് നിന്റെ മകൻ. ശ്ലീഹായോട് പറഞ്ഞു, ഇതാണ് നിന്റെ അമ്മ. അന്നു മുതൽ ആ ശിഷ്യൻ അമ്മയെ സ്വന്തം അമ്മയായിട്ടും അമ്മ മകനെ സ്വന്തം മകനായിട്ട് കരുതുകയും ചെയ്തു. അങ്ങനെ യോഹന്നാൻ ശ്ലീഹയുടെ കൂടെ അവിടെ ജീവിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏറ്റവും പഴയ പുസ്തകം, ഏറ്റവും ആധികാരികമായിട്ടുള്ള പഴയ പുസ്തകം എന്ന് പറയുന്നത് അരമത്യക്കാരനായ യോസേപ്പിൻ്റെ പുസ്തകമാണ്. യോസേപ്പ് ഓഫ് അരമത്യ നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അരമത്യക്കാരനായ യോസേപ്പാണ് കർത്താവിൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കുവാനുള്ള അനുവാദം പീലാത്തോസിനോട് ചോദിച്ച് അത് ഇറക്കി അതിനെ വേണ്ട രീതിയിൽ കബറടക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അതിനെ പറയുന്നത് യോസഫ് ഓഫ് അരമത്യ അല്ലെങ്കിൽ അരമത്യക്കാരനായ യോസേപ്പ് പരിശുദ്ധ മാതാവിൻ്റെ
അമ്മാവനായിരുന്നു. ദ മെറ്റേർണൽ അങ്കിൾ ഓഫ് സെയിന്റ് മേരി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വലിയ അമ്മാവനായിരുന്നു. അപ്പോൾ ദി എൽഡർ ഇൻ ദ ഫാമിലി ഷുഡ് കണ്ടക്ട് ദ ബെരിയൽ അക്കോർഡിംഗ് ടു ദ ജൂയിഷ് ലോ. നമുക്കറിയാം, യോസേപ്പ് ഓഫ് അരിമത്യ സന്നദ്രിൻ സംഘത്തിലെ ഒരു പ്രധാന അംഗമായിരുന്നു. എന്നാൽ അദ്ദേഹം നീതിമാനും ധർമ്മിഷ്ഠനും അതിപ്രബലനുമായ ഒരു മനുഷ്യനായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ഇന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെയും ടിന്ന് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ എതിർത്തുവെങ്കിലും ഈ പ്രബലനായ മനുഷ്യൻ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് കുടുംബത്തിലെ കാരണവനായിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരം വിട്ടുകൊടുക്കണമെന്ന് പറയുകയും പീലാത്തോസ് അത് സമ്മതിക്കുകയും കർത്താവിൻ്റെ ശരീരം വളരെ ആദരവോടുകൂടി അടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് അരിമത്യാക്കാരനായ യോസേപ്പ് തന്നെ എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൽ. ഞാൻ അവനെ വിധിച്ചതും അവനെ ക്രൂശിച്ചതും അവൻ്റെ മരണവും കബറടക്കവും ഉയർപ്പും സ്വർഗാരോഹണത്തിനും സാക്ഷിയാണ്. അതുപോലൊക്കെ തന്നെ അരിമത്യാക്കാരനായ യോസേപ്പിൻ്റെ രേഖകളിൽ കൂടി നമ്മൾ കാണുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ വേർപാട്. അരിമത്യാക്കാരനായ യോസേപ്പ് ക്രിസ്തുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ഈ ലോക വേർപാടിന് 3 ദിവസം മുമ്പേ തന്നെ പരിശുദ്ധ മാലാഖ പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ വന്ന് പോകാനുള്ള സമയമായി, ഇനി 3 ദിവസം കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വേർപെടും എന്ന് അറിയിക്കുകയുണ്ടായി. പരിശുദ്ധ മാതാവും യോഹന്നാൻ ശ്ലീഹായും യെരുശലേമിലേക്ക് യാത്രയാകുകയും അവിടെ ഒരു രാജകുമാരിയെ പോലെ ലൈക്ക് എ ക്യൂൻ ഷി വാസ് ഡ്രസ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ഹെർ ഡിപ്പാർച്ചർ. തൻ്റെ മരണമടുത്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരുമായ സകല അപ്പോസ്തലന്മാരെയും ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. അവരെല്ലാവരും യെരുശലേമിൽ എത്തി. മാലാഖ പറഞ്ഞ അനുസരിച്ച് 3-ാം ദിവസം 6-ാം മണി സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉച്ച സമയത്ത്, ഉച്ചയ്ക്ക് 12-ാം മണി സമയത്ത് പരിശുദ്ധ മാതാവിൻ്റെ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തു മാലാഖമാരോടൊപ്പം അതിപ്രകാശത്തോടുകൂടി ഇറങ്ങി വന്ന് മാതാവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ വലിയ സങ്കീർത്തനങ്ങളും പാട്ടുകളും അസാധാരണമായ സൗരഭ്യം യെരുശലേം ദേശത്തൊക്കെ നിറഞ്ഞു. മകനായി കണക്കാക്കുന്ന യോഹന്നാൻ ശ്ലീഹായുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ കബറടക്ക ശുശ്രൂഷകളൊക്കെയും ക്രമീകരിക്കുകയും ചെയ്തു. കുറേ പ്രയാസമുണ്ടായിരുന്ന യഹൂദന്മാർ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. മാർത്തോമാ ശ്ലീഹ ഈ 51 AD-യിലൊക്കെയും അഫ്ഗാനിസ്ഥാൻ ആ സ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം തന്നെയായിരുന്നു അത്. അവിടെയായിരുന്നു ഗോണ്ടഫോറസ് രാജാവിൻ്റെ ആ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മേഘങ്ങളിൽ കൂടി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ യെരുശലേമിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് മാതാവിനെ അടക്കി. എന്നാൽ മാർത്തോമാ ശ്ലീഹ ഒലിവമലയുടെ അവിടെ ചെല്ലുമ്പോൾ
മേഘത്തിൽ കൂടി when he was passing through the cloud, he saw the procession of the body of Saint Mary being taken up into heaven with the cherubs, മാലാഖമാരുടെ അകമ്പടിയോടുകൂടി എടുക്കുന്നത്. അവിടെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അരക്കെട്ട് കേറുബുകൾ ഊരി മാർത്തോമാ ശ്ലീഹായ്ക്ക് കൊടുക്കുന്നു. ആ ഒലിവ് മലയുടെ സൈഡിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചുണ്ട്. സെന്റ് മേരി മാഗ്ദലിൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ്. അവിടുത്തെ ഏറ്റവും വലിയ പടമെന്ന് പറയുന്നത് ഇതാണ്. മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഈ ഇടക്കെട്ട് ഇങ്ങനെ ഊരിക്കൊടുക്കുന്നതായിട്ടുള്ള പടം. അത് ആ സ്ഥലത്ത് വെച്ചാണ് എന്നവർ കരുതുന്നത് കൊണ്ടാണ് അവിടെ ആ ദേവാലയം പണിതത്. മാർത്തോമാ ശ്ലീഹാ വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ പറയുന്നു, പരിശുദ്ധ മാതാവിൻ്റെ ശരീരം ഇവിടെ ഇല്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാർത്തോമാ ശ്ലീഹായുടെ ഒരു പ്രത്യേക നിയോഗമാണ് കർത്താവിൻ്റെ ഉയർപ്പ് പരിശോധിച്ച് സയന്റിഫിക്കായിട്ട് തെളിയിക്കുവാനുള്ള ഭാഗ്യം. അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് തൻ്റെ ശരീരം എടുക്കപ്പെട്ടത് കാണുവാനുള്ള ഭാഗ്യം. ഇത് രണ്ടും മാർത്തോമാ ശ്ലീഹായ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു ദൈവനിയോഗമാണ്. പരിശുദ്ധ ശ്ലീഹ മറ്റ് ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചില്ല. എന്നാൽ കബറടക്കപ്പെട്ടപ്പോൾ മാതാവിൻ്റെ അരയ്ക്ക് കെട്ടിയിരുന്ന ഇടക്കെട്ട് തൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മറ്റ് ശ്ലീഹന്മാരെ കാണിച്ചപ്പോൾ അവർ പോയി കല്ലറ തുറന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ശരീരം അവിടെ ഇല്ല എന്നുള്ളത്. മാർത്തോമാ ശ്ലീഹ ഈ ഇടക്കെട്ടുമായിട്ട് ഇന്ത്യയിൽ വന്നു. 72 AD മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിൽ അത് വെക്കപ്പെട്ടു. 394 AD മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഉറഹായിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ഇടക്കെട്ടും കൊണ്ടുപോയി. പിന്നീട് കുറേ കാലം അവിടെ യുദ്ധങ്ങളായതുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല. പിന്നെ 30 വർഷത്തിൻ്റെ ശേഷം കുറേ പുസ്തകങ്ങൾക്കിടയിൽ ഇത് വളരെ സൂക്ഷിച്ചതായിട്ട് കണ്ടു. അത് വളരെ ആദരവോടുകൂടി അവരെടുത്തു. ലോകത്തിലെ സയന്റിസ്റ്റുമാരെല്ലാം അത് ടെസ്റ്റ് ചെയ്തു, കാർബൺ ഡേറ്റിംഗ് ഒക്കെയും ചെയ്തു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭയിലും ഓറിയന്റൽ, ഈസ്റ്റേൺ, അതുപോലെ തന്നെ റോമൻ കാത്തലിക് സഭകളിൽ അത് ഭാഗിച്ച് കൊടുത്തിരിക്കുകയാണ്. അത്രമാത്രം വിശിഷ്ടമായ മൂല്യമുള്ള ഒരു തിരുശേഷിപ്പായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഈ ഒരു തിരുശേഷിപ്പ് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ കയ്യിലുള്ളത് അവര് 2011 അതിൻ്റെ പ്രാധാന്യം നിങ്ങളെടുക്ക പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. 2011 മോസ്കോയിൽ 24 മണിക്കൂർ പ്രദർശിച്ചപ്പോൾ ജനത്തിന് വന്ന് വണങ്ങുവാൻ വേണ്ടി വെച്ചപ്പോൾ 5 ലക്ഷം ആൾക്കാരാണ് -20 degrees സെൽഷ്യസിൽ തണുപ്പിൽ വന്ന് അവിടെ നിന്നത്. അതിനകത്തിൽ 12 മണിക്കൂർ ജനത്തിനോടൊപ്പം അവിടെ ഈ തിരുശേഷിപ്പ് കണ്ട് മുത്തുവാനും അനുഗ്രഹം പ്രാപിപ്പാനും നിന്നത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനാണ്. 12 മണിക്കൂർ. നമ്മുടെ ഇവിടുത്തെ കൂട്ട് തെള്ളിക്കയറുവൊന്നുമല്ലായിരുന്നു. വിശ്വാസികളുടെ കൂടെ തന്നെ നിന്ന് അദ്ദേഹത്തിൻ്റെ ടേൺ വന്നപ്പോൾ 12 മണിക്കൂറിന് നിന്നതിന് ശേഷം ആ തിരുശേഷിപ്പ് വണങ്ങുവാൻ സാധിച്ചു. നമ്മുടെ കോട്ടയം ചെറിയ പള്ളിയിൽ ഇതിൻ്റെ ഒരു അംശമുണ്ട്. ഈ നോമ്പിൽ അത് എടുക്കുകയും വണങ്ങുവാനായിട്ടൊക്കെയും അവസരം കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നോമ്പ്
ഈ 15 ദിവസത്തെ നോമ്പും പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പും മാർത്തോമാ ശ്ലീഹായുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കൈവപ്പ് നമുക്ക്, കൈവപ്പെന്ന് ഞാൻ പറയുന്നത്, ഹിസ് ടെസ്റ്റിമണി ക്യാൻ ബി സീൻ ഇൻ ദിസ് ഡോർമിഷൻ ഫീസ്റ്റ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 3 വലിയ കാര്യങ്ങൾ ആഘോഷിക്കുകയാണ്. സ്വർണവും അതുപോലെ തന്നെ വലിയ ധനം നിറഞ്ഞതായ നമ്മുടെ ദേശം ഒരു 100-300 വർഷം 100-400 വർഷം ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നു. ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും വന്നു. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. നമുക്കതിന് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ നസ്രാണി സമൂഹം, സെന്റ് തോമസ് ക്രിസ്ത്യൻസ്, വളരെ സമ്പന്നമായ ഒരു സമൂഹമായിരുന്നു. എന്നാൽ വിദേശ ആക്രമണം മൂലം 16-ാം നൂറ്റാണ്ട് മുതലെങ്കിലും നമുക്ക് ഉള്ളതൊക്കെയും കുറെ നഷ്ടപ്പെട്ടു. അടിമകളായി നമുക്ക് കുറെ നാൾ ജീവിക്കേണ്ടി വന്നു. പിന്നീട് വീണ്ടും നമുക്ക് അതിൻ്റെ ആ സ്വാതന്ത്ര്യവും അധികാരവും നമുക്ക് ലഭിച്ചത് 1912-ലാണ്. അന്ന് ഭാഗ്യസ്മരണാർഹനായ അബ്ദേദ് മസിഹ പാത്രിക്കീസ് ഇന്ത്യയിലേക്ക് വരികയും 1912 കാതോലിക്കയെ വാഴിച്ച് ഇന്ത്യയിലെ സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും മേൽപ്പട്ടക്കാരെ വാഴിക്കുവാനും മൂറോൻ കൂത ചെയ്യുവാനും കൊടുത്ത ഒരു വലിയ സൗഭാഗ്യമാണ്. ഇന്ന് ആ പിതാവിനെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ്. മൂന്നാമത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത് പരിശുദ്ധ മാതാവിൻ്റെ വലിയ പെരുന്നാളാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ 15 നോമ്പ് നോക്കി പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടണം എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. സഭ പഞ്ചാംഗത്തിൽ 3 പേരുടെ ജന്മദിനം പറയുന്നുണ്ടെങ്കിലും ഒരു പെരുന്നാൾ മാത്രമേ, ഒരാളുടെ ജന്മദിനം മാത്രമേ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണ്. ബാക്കി എല്ലാവരുടെയും വാങ്ങിപ്പാണ്, അല്ലെ ബാക്കി എല്ലാവരുടെയും മരണ ദിവസമാണ് പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത്. ഇത് ലോകത്തിലെങ്ങും ഇല്ലാത്ത ഒരു നോമ്പ് നമുക്കിവിടെ ഉണ്ട്. 8 നോമ്പെന്ന് പറയുന്നത് എല്ലാവരും നോക്കുന്നതാണ്. ഞാനും നോക്കുന്നുണ്ട്. കാരണം വീട്ടിലെല്ലാവരും നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നുണ്ട്. നോമ്പ് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ നോമ്പിൻ്റെ ഉദ്ദേശം പ്രാർത്ഥനയും ദൈവത്തോട് അടുക്കുന്നതും ആയിരിക്കണം എന്നുള്ളത് നല്ലത്. പക്ഷെ അത് മൂലം ഈ 15 നോമ്പിനെ അവഗണിക്കുകയും മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം അവഗണിക്കുവാൻ വേണ്ടി ഈ കേരളത്തിലെ നസ്രാണികളല്ലാത്ത ഒരു പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്തതാണോ ഈ 8 നോമ്പ് എന്നുള്ളത് ഒരു സംശയമുണ്ട്. 8 നോമ്പ് നോക്കണ്ടെന്നല്ല, 8 നോമ്പ് നോക്കണം. നോക്കേണ്ടിയവരൊക്കെ നോക്കിക്കൂ. എല്ലാ ദിവസവും നോമ്പ് നോക്കേണ്ടിയവർക്കും അത് നല്ലത് തന്നെയാണ്. എന്നാൽ സഭ കൽപ്പിച്ചിരിക്കുന്ന ഈ നോമ്പ്, ലോകമെങ്ങും കൽപ്പിച്ചിരിക്കുന്ന, പരിശുദ്ധ സഭ കൽപ്പിച്ചിരിക്കുന്ന ഈ 15 നോമ്പ് നോക്കി പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ നമ്മൾ കൊണ്ടാടണം എന്നുള്ളത് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അതിന് കാരണം മാർത്തോമാ ശ്ലീഹായ്ക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. മാർത്തോമാ ശ്ലീഹ ഈ ഇടക്കെട്ടുമായിട്ട് ഇന്ത്യയിൽ വന്നെന്ന് അരമത്തേക്കാരനായ യോസേപ്പ് സാക്ഷിക്കുന്നുണ്ട്. ഇതിനേക്കാളും വലിയ തെളിവ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നൊക്കെയും വിചാരിച്ചു. ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി ഉള്ളത് മാത്രമേ പറയുവാൻ സാധിച്ചിട്ടുള്ളൂ.
എന്നുള്ളത് നിങ്ങളെടുക്കെ ഏറ്റുപറയുവാണ്. അതുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കർത്താവ് മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. ബാക്കി ഏനോക്ക് ആയാലും ഏലിയാവായാലും പരിശുദ്ധ മാതാവിൻ്റെ ശരീരമാണേലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് അസംഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അസെൻഷൻ. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഓർക്കണം, ആ പരിശുദ്ധ മാതാവ് ജീവിച്ച ആ ജീവിതം സഹനത്തിൻ്റെ ജീവിതമാണ്. ആ സഹനം മൂലമാണ് അവൾ ഭാഗ്യവതിയായത്. ആ സഹനം മൂലമാണ് അവൾ രണ്ടാം സ്വർഗമായത്. പരിശുദ്ധ മാതാവിൻ്റെ നോമ്പ് നോക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയല്ല നോമ്പ് നോക്കേണ്ടത്. പിന്നെയോ ലോകത്തിലുള്ള സഹനങ്ങളെ അതിജീവിക്കുവാനും അതിൽ കൂടി അതിനെ അതിജീവിച്ച് ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കേണ്ടത്. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് 4 മെഴുതിരി കത്തിക്കുക, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി 10 നൊവേന കൂടുക, 10 പ്രാവശ്യം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ അത് എന്തിനു വേണ്ടിയായിരിക്കണം? മാതാവിനെ പോലെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് ആ സഹനത്തിൽ കൂടി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി രൂപാന്തരപ്പെടുവാൻ ആയിരിക്കണം. വ്യക്തിപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല. ഇത് നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.